യെസ്, വീണ എന്നോടൊപ്പം കേന്ദ്ര മന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുടെ പാലമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ദുരന്ത സ്ഥലത്ത് കഴിഞ്ഞ 3 നാളുകളായി വളരെ സജീവമായിട്ട് തന്നെ മന്ത്രിയുടെ സാന്നിധ്യം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. മിനിസ്റ്റർ, ഈ പാലത്തിന്റെ പണി എപ്പോൾ പൂർത്തിയാവും? ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് പൂർത്തിയാവും. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും. അതുപോലെ ഈ റിക്കവറി നടത്തുന്നതിനുള്ള സംവിധാനം ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഒരു 90% ഈ പ്രവർത്തനങ്ങൾ ഇത് എളുപ്പത്തിലാവും. കാരണം ഈ ബാക്കിയുള്ള ഈ മണ്ണ് നിന്നതിനുള്ള യന്ത്രങ്ങളും സംവിധാനങ്ങളും ഇവരുടേതായിട്ടുള്ള എക്യുപ്മെൻസും എല്ലാം എത്തുകയും കൂടുതൽ ഇനി ഇതിൻ്റെ അകത്ത് മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഈ റെസ്ക്യൂ വർക്കിൽ ഇനി ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളും പെട്ടെന്ന് ഇതോടുകൂടി പൂർത്തിയാകും. ഏതാണ്ട് അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് വരും. എങ്ങനെ പോകുന്നു ദൗത്യം? എങ്ങനെ മുന്നോട്ട് പോകുന്നു? അല്ല, കേന്ദ്രസേന പൂർണ്ണമായിട്ടും ഇവിടെയുണ്ട്. മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകൾക്കും അലർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, അതുപോലെ തന്നെ കോയമ്പത്തൂർ, ട്രിച്ചി, ബാംഗ്ലൂർ, ഇവിടെ നിന്നുള്ള എല്ലാ സേന ആവശ്യമാണെങ്കിൽ വരാൻ അവരുടെ കോളംസ് ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം പ്രധാനമന്ത്രി അങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വെളുപ്പിനെ തന്നെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേവിയുടെ ഒരു നമ്മുടെ സാമുട്രിൻ എന്ന് പറയുന്ന ഒരു കപ്പൽ അറബിക്കടലിൽ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കേന്ദ്രസേന സജീവമായിട്ട് ചെയ്യാവുന്ന മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ജൂലൈ 23-ാം തീയതി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നെ 24, 25, 26-ാം തീയതി 20 സെൻറ്റിമീറ്ററിലധികം മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് വേണ്ടത്ര ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ എടുത്തില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ എങ്കിലും ഈ ഒരു അവജ്ഞ അല്ലെങ്കിൽ ഈ ഒരു അവഗണന തന്നെയല്ലേ ഈ ദുരന്തത്തിന്റെ ആക്കം കൂട്ടാൻ കാരണം? അല്ല, ഈ പ്രധാനമന്ത്രി തന്നെ വിട്ടിരിക്കുന്നത് ഈ പർപ്പസിന് മാത്രമായിട്ടാണ്. അതായത് ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളുടെ മാത്രമായിട്ട് ഇത് സംഭവിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളുടെ മേൽനോട്ടത്തിനാണ് വിട്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയാൻ സുരേന്ദ്രനും അതുപോലെയുള്ള ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ BJPയുടെ നേതാക്കന്മാരുണ്ട്. അവരതിനെപ്പറ്റി പ്രതികരിക്കും. സുരേന്ദ്രൻ ഇവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സുരേന്ദ്രൻ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി പ്രതികരിക്കും. കഴിഞ്ഞ ദിവസം താങ്കൾ മുണ്ടക്കൈ സന്ദർശിച്ചു. എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്? അല്ല, മുണ്ടക്കൈയിൽ അന്നപ്പോൾ ആരും അങ്ങോട്ട് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങോട്ട് പോയിരുന്നില്ല. കാരണം അത്രമാത്രം അപകടകരമായിട്ടുള്ള ഇതായിരുന്നു. ഇന്നലെ ഞാൻ പോയ ആ പാലം ഇപ്പം മുങ്ങിപ്പോയിരിക്കുകയാണ്. ഒരു താൽക്കാലിക പാലം ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ തിരിച്ചു വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മുങ്ങിപ്പോയി. അപ്പോൾ ആ രീതിയിൽ 3 കിലോമീറ്റർ നടന്നു. ഇതിൻ്റെ പ്രഭവ സ്ഥാനത്ത് ചെന്ന് കണ്ടു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ 6 ബോഡികൾ അവിടെ റിക്കവർ ചെയ്തു. ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു അവിടെ. ആ പ്രദേശത്തു നിന്നാണ് ഇത് ഇങ്ങോട്ട് ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്ത് 2 ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. 2 ഭാഗത്തുനിന്ന് ഇത് ഒലിച്ചു വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് 2 വ്യത്യസ്തമായിട്ടുള്ള മലകളിൽ നിന്ന് വന്നായിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊരു വലിയ മാസമായിട്ടുള്ള ഒരു ഇങ്ങോട്ട് ഒഴുകാൻ കാരണം ആ 2 എണ്ണം വന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ അത് വലിയൊരു ഭീകരാവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്ന അവസരത്തിൽ 1 കിലോമീറ്ററൊക്കെ കാണുകയുള്ളൂ. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു 3 കിലോമീറ്റർ തേയിലക്കാട്ടിൽ പോകണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ ഇപ്പം ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇത് വളരെ ഉപയോഗം ചെയ്യും. ബെയിലി വർക്ക്, ഇത് ബെയിലി നമ്മുടെ ബ്രിഡ്ജ് പാലത്തിൻ്റെ ഇത് വളരെ തീവ്രഗതിയിൽ നടത്താൻ സാധിക്കും. രക്ഷപ്പെടുത്താനുള്ള ഇനി ആരെങ്കിലും ഉണ്ട് രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും. ഈ ദൗത്യം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് കേരളത്തിൽ ആയിരിക്കാം. ഒരുപക്ഷെ ആ രീതിയിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നത് പോലെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതും ഈ പാലം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തെ നമുക്ക് ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. കാരണം യന്ത്രസഹായം ഇല്ലാതെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്.
യന്ത്രസഹായം വരുന്നതോടുകൂടി പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പിന്നെ കുടുങ്ങിക്കിടക്കുന്നവർ അധികമില്ല. കാരണം ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നു ഇതിൽ, ആ വഴി ഒലിച്ചു പോയല്ലോ. അപ്പോൾ അപ്പുറത്തുള്ള ചില സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥയും ഉരുൾപൊട്ടലിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് അവിടെ ഭക്ഷണം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേന ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, കേന്ദ്രസേന ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സെർച്ചും ഇതോടുകൂടി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ പ്രദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ. കാരണം ആധുനിക സാങ്കേതിക വിദ്യയും യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പെട്ടെന്ന് പൂർത്തിയാകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു പ്രവർത്തനം തീവ്രമായിട്ട് നടത്താൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് തീരും. പക്ഷേ അതല്ലല്ലോ, അതിനപ്പുറത്തേക്കുള്ള ഒരാൾ മാത്രമുള്ള കുടുംബങ്ങളുണ്ട്. ഞാൻ കണ്ടു പോയ അവസരത്തിൽ ഒരാൾ മാത്രം 11 പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടു. അപ്പോൾ അവരുടേത് ഒരു സമൂഹം തന്നെ ഏറ്റെടുക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുക. സർക്കാർ ദുരിതാശ്വാസം എന്ന രീതിയിലും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. പലരും അങ്ങനെയുണ്ട്. പിന്നെ കുടുംബത്തിലെ പകുതി പേരുണ്ട്, പകുതി പേരില്ല. ഭർത്താവുണ്ട്, ഭാര്യയില്ല, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. അങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത, അവരെല്ലാം ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരാൾ ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന് മാത്രം ജനലിൽ പിടുത്തം കിട്ടി, ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ പിടിച്ചു കിടന്നു. അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്, അമ്മ വിളിച്ചു പോകുന്നു, ഭാര്യ പോകുന്നു, മക്കൾ പോകുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇനി റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക, നമ്മളിതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു സഹകരണവും ഒരു റീഹാബിലിറ്റേഷനും ഒരു പുനരുദ്ധാരണം എന്ന് തന്നെ പറയും. ആ രീതിയിലേക്ക് കേന്ദ്രസേനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രക്ഷാദൗത്യം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ പുനരധിവാസം, ഒപ്പം അതോടൊപ്പം തന്നെ പുനർനിർമ്മാണം, അല്ലെ ഒരു ഗ്രാമം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒലിച്ചു പോയിരിക്കുന്നു. പുനർനിർമ്മാണം അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ അതായത് നമുക്കറിയാമല്ലോ, നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് സംസ്ഥാനത്ത്. അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ടും ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള സപ്പോർട്ടുകളും മാത്രമേ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ സാധിക്കൂ. അത് ഇവിടുന്നുള്ള നിർദ്ദേശാനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുന്നുള്ള ഡിമാൻഡ് അനുസരിച്ച് മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിന് നൽകാൻ സാധിക്കും. പ്രൈം മിനിസ്റ്റർ സ്ഥലം സന്ദർശിക്കുമെന്ന് ചില വാർത്തകളൊക്കെ കേൾക്കുന്നു. അതിനെപ്പറ്റി എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒന്നും പറയേണ്ടത്. മിനിസ്റ്റർ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? തീരുമാനിച്ചില്ല, ഡയറക്ഷൻ വരുന്ന അനുസരിച്ച്. വളരെയധികം നന്ദി. ഇവിടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം സംസാരിച്ചത്. കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ ബേലി പാലം അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിക്കും. ചൂരൽ മലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത്. അപ്പോൾ ഈ പാലം, ബേലി പാലം, താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയൊരളവോളം ഈ യാത്ര ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല അവിടെ ഒരു ഗ്രാമം മുഴുവൻ മണ്ണിനടിയിലാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇനി പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കേണ്ടത് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈയിൽ സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടതുണ്ട്, യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകേണ്ടതുണ്ട്, മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ സഹായകരമായ രീതിയിലാണ് ഇപ്പോൾ പാലം ത്തിൻ്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി നമ്മുടെ സേനാംഗങ്ങൾ അധ്വാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് വിലയിരുത്താനാണ് മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അത്യുത്താനം വീണ, ഇവിടെ വരിക തന്നെ വളരെ ദുഷ്കരമാണ്. ഇന്ന് രാവിലെ മേപ്പാടിയിൽ എത്തി, അതിനുശേഷം ഈ പ്രദേശത്ത് എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ദുഷ്കരമാണ്. പോലീസിൻ്റെ നിയന്ത്രണങ്ങളുണ്ട്, എല്ലാവരെയും സ്ഥലത്തേക്ക് വിടുന്നില്ല. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ വളരെ പിന്നെ സുഗമമായിട്ട് തന്നെ ഈ ഇപ്പോൾ നിലവിൽ നേരിടുന്ന യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ സാധിക്കും. എല്ലാവരും ഒത്തുപിടിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഏകോപനത്തിനായിട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൽപ്പറ്റയിലുണ്ട്. അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതായത് മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ പുനരധിവാസമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം കുടുംബം മൊത്തമായിട്ട് നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ട്. മാത്രമല്ല
ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ നിരവധി സമസ്യകൾ നേരിടുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ മുണ്ടക്കൈയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം, ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത് മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ്. കാരണം ആ മണ്ണിനടിയിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ കണക്കുകൾ ഒന്നും ഇല്ല. അപ്പോൾ ഭരണകൂടത്തിൻ്റെ പക്കലും ഇല്ല. ഇപ്പോൾ കാണാതായവരുടെ പട്ടിക വന്നിട്ടുണ്ട്, മരണപ്പെട്ടവരുടെ പട്ടികയുണ്ട്, ഇനിയും മരണപ്പെട്ടവരിൽ തിരിച്ചറിയാനുള്ളവരുടെ പട്ടികയും അങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു ഭാഗത്ത് മരണസംഖ്യയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഡെത്ത് ടോളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാനാവും? അത് സംസ്ഥാന സർക്കാരാണ് പ്രധാനമായും അതിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ നിർലോഭമായിട്ടുള്ള സഹായം ലഭിക്കുന്നുണ്ട്.